കഴിഞ്ഞ ദിവസം ഡോളമൈറ്റും ചകിരിച്ചോറും ചേർത്തിട്ടിരുന്ന മണ്ണിൽ നിന്നും കുറച്ചു ഭാഗം വേർതിരിച്ചെടുത്ത് അതിലേക്ക് സൂപ്പർ മീൽ ഇട്ട് വീണ്ടും മണ്ണും വളവും നന്നായി കൂട്ടിക്കലർത്തിയെടുത്തു. ശേഷം പറമ്പിൽ നിന്നും ചട്ടി നിറയ്ക്കാൻ ആവശ്യമായ കരിയിലയും തൂത്തുവാരി കൊണ്ടുവന്നു. ചട്ടിയുടെ അടിയിൽ കരിയില നിറയ്ക്കുന്നത് വെള്ളം ചട്ടിയിൽ കെട്ടി നിൽക്കാതെ വാർന്നു പോകുന്നതിനും വേനൽക്കാലത്ത് അതിലെ ഈർപ്പം നിലനിർത്തി മണ്ണ് പെട്ടെന്ന് ഉണങ്ങിപ്പോകാതിരിക്കാനും സഹായിക്കുന്നു. കാലക്രമേണ ഈ കരിയിലകൾ ചട്ടിക്കുള്ളിൽ വെച്ച് അഴുകി ജൈവവളമായി മാറുന്നു. പോരാത്തതിന് ഇവ അഴുകുമ്പോൾ ഉണ്ടാകുന്ന ഉപകാരികളായ സൂക്ഷ്മാണുക്കൾ മണ്ണ് കൂടുതൽ ഫലഭൂഷ്ടമുള്ളതാക്കുകയും ചെയ്യും. കരിയിലകൾക്കൊപ്പം അല്പം ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കൂടി ചേർത്താൽ കരിയില അഴുകുന്ന പ്രക്രിയ വേഗത്തിലാക്കാം. കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്നും വാങ്ങി വന്ന റോസിനും അരക്കാപ്പാമിനും വേണ്ടിയാണ് മണ്ണ് മിക്സ് ചെയ്തതെങ്കിലും കൂട്ടത്തിൽ പണ്ട് പോട്ട് ചെയ്തിരുന്ന ചുവന്ന സിങ്കോണിയത്തെയും ഹേർട്ട്ലി ഫിലോഡെൻഡ്രോണെയും ഒന്ന് ഉഷാറാക്കി കൊടുക്കുന്നുണ്ട്. നഴ്സറി ഷോപ്പിംഗിൽ 70 രൂപയ്ക്ക് ചകിരിയുടെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സിങ്കോണിയത്തിന് നൽകിയിട്ട് സിങ്കോണിയം ചട്ടിയിലെ സ്റ്റിക്ക് എടുത്ത് ഫിലോഡെൻഡ്രോണ് താങ്ങു കൊടുത്തു. ചെറിയൊരു നഷ്ടമില്ലാത്ത കൊടുക്കൽ വാങ്ങൽ. അങ്ങനെ ചെടികളെല്ലാം യഥാവിധി നട്ടുകൊടുത്തു. കൂട്ടത്തിൽ 2 ഹാങ്ങിങ് ചട്ടികളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാങ്ങിങ് ചട്ടിയിൽ 10 മണിയും ഗോൾഡൻ പോത്തോസുമാണ് നട്ടുകൊടുത്തത്. നട്ടുകൊടുത്ത ചെടികൾക്ക് ആവശ്യമായ വെള്ളം നൽകിയ ശേഷം അവരെ 2 ദിവസത്തെ സ്പെഷ്യൽ കെയർ സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.